ഒരു ഗൃഹസ്ഥന്റെ ഈശ്വരാരാധന എന്ന് പറഞ്ഞു. പറഞ്ഞു. അതിൽ ഈ മന്ത്രജപമൊക്കെ വരുമോ, ഉൾപ്പെടുത്താൻ പറ്റുമോ അതിലൊക്കെ? ആസ്ട്രോളജി പഠിക്കുന്ന സമയത്ത് ആസ്ട്രോളജി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്ത്രമായിട്ടും മാന്ത്രികമായിട്ടും ബന്ധമുണ്ട്. ഇപ്പം നമ്മളൊരു പരിഹാര ഭാഗം ചിന്തിക്കുമ്പോൾ അത് നമ്മൾ മാന്ത്രികം അല്ലെങ്കിൽ താന്ത്രികമായിട്ടാണ് പരിഹാരങ്ങൾ ഭൂരിഭാഗം വരിക. മന്ത്രം എന്ന് പറയുന്നതും തന്ത്രം എന്ന് പറയുന്നതും യന്ത്രം എന്ന് പറയുന്നതും ജ്യോതിഷത്തിന്റെ പരിഹാര ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. പരദേവത എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ നാട്ടിലെ ഒരു ഭരണാധികാരി ഒരു ക്ഷേത്രം പണിയുകയും അവിടെ ഒരു ദേവതയെ കുടിയിരുത്തുകയും അതൊരു വലിയ ഒരു ടെറൈന് പരിപാലിക്കാനുള്ളതാണ് പരദേവത. നമസ്കാരം, ദ സൺ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷ മാന്ത്രിക മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ശ്രീ വസുദേവ് സൂര്യനാണ്. ഈ വിഷയങ്ങളിൽ സാധാരണക്കാർക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സൺ ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ജ്യോതിഷം, താന്ത്രികം, മാന്ത്രികം എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ടത്തെ ഒരു രൂപമല്ല നമ്മൾക്കുള്ളത്. കൂടാതെ സാധാരണ ആയിട്ടുള്ള ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് ധാരാളം കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്? ഇതെങ്ങനെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്താം, ഒന്ന് പറഞ്ഞു തരാം. ഇത് സ്വാഭാവികമായിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മുമ്പ് ഈ ജന്മത്തിൽ ഒരു പാരമ്പര്യമായിട്ട് കാണാനില്ല. ഉറപ്പായിട്ടും പൂർവ്വജന്മത്തിൽ ഒരു പാരമ്പര്യം ഇല്ലാതെ നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരില്ല എന്നാണ് പറയുക. അപ്പോൾ ആദ്യം ജ്യോതിഷമാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. ആ വിദ്യ പഠിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി തന്ത്രം മന്ത്രം ഇതിലേക്ക് കടന്നു വരേണ്ടി വന്നത്. ആസ്ട്രോളജി പഠിക്കുന്ന സമയത്ത് ആസ്ട്രോളജി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്ത്രമായിട്ടും മാന്ത്രികമായിട്ടും ബന്ധമുണ്ട്. ഇപ്പം നമ്മളൊരു പരിഹാര ഭാഗം ചിന്തിക്കുമ്പോൾ അത് നമ്മൾ മാന്ത്രികം അല്ലെങ്കിൽ താന്ത്രികമായിട്ടാണ് പരിഹാരങ്ങൾ ഭൂരിഭാഗം വരിക. മന്ത്രം എന്ന് പറയുന്നതും തന്ത്രം എന്ന് പറയുന്നതും യന്ത്രം എന്ന് പറയുന്നതും ജ്യോതിഷത്തിൻ്റെ പരിഹാര ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആസ്ട്രോളജി പഠിച്ച് നമ്മൾ അതിലേക്ക് കടന്ന് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം പരിഹാര ഭാഗങ്ങളിൽ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ മന്ത്രവും തന്ത്രവും യന്ത്രവും ഒക്കെ പഠിക്കേണ്ടി വരും. അങ്ങനെ ആദ്യം ഒരു ക്യൂരിയോസിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഈ ആസ്ട്രോളജി പഠിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഒരു ആസ്ട്രോളജർ അടുത്ത് പോകുന്നു, അദ്ദേഹം നേരെ ഒരു കവടി നിരത്തി കാര്യങ്ങൾ പ്രവചിക്കത്തക്ക വിധത്തിലുള്ള സിദ്ധനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നത്. പിന്നീട് ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു സിദ്ധിയോ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവചന ശേഷിയൊന്നുമല്ല. ഇത് കേവലം ശാസ്ത്രം മാത്രമാണ്. അതായത് ഋഷിപ്രോക്തമായൊരു വേദജന്യമായ ഒരു കല അല്ലെങ്കിൽ ഒരു വിദ്യ എന്ന് പറയാം. ആ വിദ്യയെ കൈകാര്യം ചെയ്യാൻ ആ വിദ്യ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രന്ഥം ശരിയല്ലേ, ഇപ്പോൾ ഭഗവത്ഗീത ആര് വായിച്ചാലും അത് ഭഗവത്ഗീതയാണ്. കാരണം അത് ആൾറെഡി എഴുതപ്പെട്ട് കഴിഞ്ഞു. ഭഗവത്ഗീത ആയതുകൊണ്ട് ആര് വായിച്ചാലും ഭഗവത്ഗീത, അത് ഗ്രന്ഥം മാറാൻ പോകുന്നില്ല. അപ്പോൾ ഈ വിദ്യ ആര് കൈകാര്യം ചെയ്താലും അത് അപ്രകാരം. അതിൽ നമ്മളായിട്ട് ഇതിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഒരു പരിധി വരെ. അതിനപ്പുറത്തേക്ക് ഒരു വശമുണ്ട്, പിന്നീട് പറയാം. അപ്പോൾ ഈ ആസ്ട്രോളജി എന്ന് പറയുന്ന ഒരു വിദ്യ ഋഷിപ്രോക്തമാണ്. അത് ആൾറെഡി ആചാര്യന്മാരാണ് പ്രമാണസഹിതം എഴുതി വെച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ച് സാമാന്യമായ ആ സാഹചര്യത്തോടു കൂടി ചേർത്ത് നമ്മളത് പറയുമ്പോൾ അത് ഫലിക്കുന്നു എന്നുള്ളതിനപ്പുറത്തൊന്നുമില്ല. അങ്ങനെയാണ് ആസ്ട്രോളജിയിലേക്ക് വന്നത്. പിന്നീട് നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു ആസ്ട്രോളജർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിത്യോപാസന അല്ലെങ്കിൽ നമുക്കൊരു മന്ത്രസിദ്ധി എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു നിത്യോപാസന അല്ലെങ്കിൽ അതുമായിട്ട് നമുക്കൊരു ജപം ഒക്കെ ഒരു നിസ്സാരമായ ഇത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വേണമല്ലോ. അപ്പം അങ്ങനെ ആരംഭിച്ചാണ് തന്ത്രത്തിലേക്കും മാന്ത്രിക വിദ്യയിലേക്കൊക്കെ കടന്നത്. അതിനൊരു പാരമ്പര്യമൊന്നുമില്ല, പക്ഷേ ഇതൊരു പൂർവ്വജന്മ ഇതുപോലെ. പിന്നെ ഒരു വിദ്യ പഠിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ ചേച്ചിക്ക് അറിയാലോ, ഇതെൻ്റെ പ്രവർത്തന മേഖല ഇതല്ല, ഞാൻ പ്രൊഫഷണൽ അല്ല. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്കും നമുക്ക് ജീവിതം സുഖമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നമ്മൾ പഠിച്ചൊരു വിദ്യയെ നമ്മൾ ഉള്ളിൽ മൂടി വെച്ചൊരു വിദ്യ ഒരു സമയം വരുമ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ മൂർത്തി നമ്മളകത്ത് നമ്മുടെ ദേവാര മൂർത്തി കുറച്ച് നാൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പോലെ നമ്മളുടെ ഉള്ളിൽ ആ വിദ്യ തേടി ആളുകൾ വരും. അതാണ് അതിൻ്റെ ഒരു സത്യം. പ്രത്യേകിച്ച് ഇങ്ങനെ തന്ത്ര മാന്ത്രിക ജ്യോതിഷമൊക്കെ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് മൂടാൻ പറ്റും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയാണ് എൻ്റെ അടുത്ത ബന്ധുക്കൾ, പിന്നെ നമ്മുടെ തൊട്ട അയൽപക്കക്കാർ, അവരിന്ന് മറ്റ് വാമൊഴിയായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ ഒരു പബ്ലിസിറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളടുത്ത് വന്ന ആളുകൾ കുറേശ്ശെ വാമൊഴിയായിട്ട് മറ്റുള്ള അനുഭവങ്ങൾ കൊണ്ട് അവർക്കുണ്ടാവുന്ന അനുഭവത്തിൽ നിന്ന് മറ്റൊരാളോട് പറഞ്ഞ് അത് മറ്റൊരാൾ കേട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരവിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു ഗൃഹസ്ഥന് വേണ്ടിയിട്ടുള്ള ഈശ്വരാരാധന എങ്ങനെയായിരിക്കണം? ഗൃഹസ്ഥന് വേണ്ടിയിട്ടുള്ള ഈശ്വരാരാധന എന്ന് പറയുന്നത് നമ്മളൊക്കെ ബേസിക്കലി ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ഇപ്പോൾ ലൗകിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് ആളുകൾ. ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. സാധാരണക്കാരന് വേണ്ട എന്താണ്? സുഖമായിട്ട് ജീവിക്കണം,
മറ്റു ബാധ്യതകളൊന്നും ഉണ്ടാവരുത്, കുടുംബത്ത് ആരോഗ്യം, എല്ലാവർക്കും ആരോഗ്യം, തൊഴിൽ, സന്താനങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ ഒരു ജീവിതം, ചെറിയ ഒരു ചിട്ടി കാര്യങ്ങൾ അതൊക്കെ ക്ലിയർ ആയിട്ട് പോകണം. ഇങ്ങനെയാണുള്ളത്. ഇത്ര മതി എങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഉപാസനാ ക്രമത്തിലേക്കോ അങ്ങനെ ഒരു ഇതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുലദേവത, പരദേവത ഒക്കെ തൃപ്തിപ്പെടുത്തി നല്ല രീതിയിൽ ചെറിയൊരു ഇഷ്ടദേവതയൊക്കെ പ്രീതിപ്പെടുത്തി പോയാൽ തന്നെ ഒരു സാധാരണക്കാരന് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഇപ്പം നേരത്തെ ചോദിച്ചു, ഇത് സാധാരണക്കാരനെ എങ്ങനെ ഈ ജ്യോതിഷത്തിനെ ഉപകാരപ്പെടുത്താമെന്ന് ചോദിച്ചു. നമ്മളുടെ മുന്നോട്ട് പോക്കിലേക്കുള്ളൊരു വഴികാട്ടി എന്നുള്ള നിലയിലാണ് ജ്യോതിഷത്തിനെ സമീപിക്കേണ്ടത്. ഇതിനകത്തൊരു മാജിക്കൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല, ഒരു വാഗ്ദാനങ്ങളും അത്തരം ഒരു വാഗ്ദാനങ്ങളും നമ്മൾ കൊടുക്കുന്നുമില്ല. ജ്യോതിഷം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇത് ഒരു നിമിത്തം, ഇതിനു വേണ്ടി നമ്മളൊരു സമയം കണക്കാക്കി, ആ സമയം പ്രകാരം നമ്മളിവിടെ നിന്നിരിക്കുന്നു. നാളെ എന്ത്, എങ്ങനെ, ഏത് എന്നുള്ളൊരു പോക്കിലേക്ക് നമുക്ക് സഹായകരമായിട്ടുള്ള ഒരു വഴികാട്ടി മാത്രമാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ മാജിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇത് വ്യക്തിപരമല്ല, ഒരാളുടെ ഉള്ളിൽ നിന്ന് അയാളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതല്ല ആസ്ട്രോളജി. അപ്പോൾ ഒരാൾക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വരും കാലങ്ങളിൽ ഇപ്പോൾ ഏത് ദശയാണ്, അയാൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും അയാൾക്ക് കൂടുതൽ അഭികാമ്യം, അല്ലെങ്കിൽ എന്ത് ചെയ്തുകൂടാ എന്നുള്ളൊരു ഒരു ദർശനം അത്രയേ ഉള്ളൂ. അത് പ്രകാരം അയാളുടെ ജീവിതം കൊണ്ടുപോയാൽ അയാൾക്ക് മറ്റു തടസ്സങ്ങളില്ലാതെ ജീവിച്ചു പോകാം. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ ജ്യോതിഷത്തിൻ്റെ ഒരു സാധാരണക്കാരനുള്ള ഉപയോഗം. ഒരു ഗൃഹസ്ഥന്റെ ഈശ്വരാരാധന എന്ന് പറഞ്ഞു. അതിൽ ഈ മന്ത്രജപമൊക്കെ വരുമോ, ഉൾപ്പെടുത്താൻ പറ്റുമോ? അതിലൊക്കെ മന്ത്രജപം എന്ന് പറയുന്നത് വേറൊരു തലത്തിലുള്ള കാര്യമാണ്. ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാമജപങ്ങൾ, അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം, അതുപോലെ ഇഷ്ടദേവതയെ ആരാധിക്കുക, അത് എങ്ങനെയാണോ അവരവരുടെ ഇഷ്ടം പോലെ അത്രയേ ഉള്ളൂ. അതിനകത്ത് ശാസ്ത്രത്തിന് അമിതമായിട്ട് പ്രാധാന്യമില്ല. ഭക്തിയും ശാസ്ത്രവും തമ്മിൽ ഒരുപാട് ബന്ധമൊന്നുമില്ല. ഭക്തി ശാസ്ത്രത്തിന് അതീതമാണ്. നമുക്ക് ഏത് രീതിയിലും ഭക്തി കൊണ്ട് ആരാധിക്കാം. പക്ഷേ ശാസ്ത്രം വരുമ്പോൾ, അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ മന്ത്രജപം എന്നൊക്കെ വരുമ്പോൾ, അവിടെ ഭക്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു കാര്യങ്ങൾക്കാണ്. അതായത് നമ്മുടെ നിഷ്ഠയ്ക്കും അല്ലെങ്കിൽ ചിട്ടയ്ക്കൊക്കെയാണ്. അവിടെ സമയത്തിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ നിഷ്ഠയ്ക്കാണ് പ്രാധാന്യം. ഭക്തിയിൽ ഇപ്പോൾ നമുക്ക് ഏത് ഉറക്കത്തിലും അല്ലെങ്കിൽ ഏത് അർദ്ധരാത്രിയും നമുക്ക് ഭഗവാനെ ഇഷ്ടത്തോടെ ഭക്തിയോടെ വിളിക്കാം. പക്ഷേ ഇവിടെ ഉപാസന അല്ലെങ്കിൽ മന്ത്രജപം എന്നൊക്കെ പറയുന്ന ആ രീതിയിലേക്ക് വരുമ്പോൾ അവിടെ വേറെ ഒരു സിനാരിയോ ആണ്. അത് വേറൊരു രീതിയിലാണ്. അവിടെ ഇപ്പോൾ മന്ത്രജപം ചേച്ചി ചോദിച്ചു. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മന്ത്രത്തെ നമുക്ക് കിട്ടണം, അത് ആ ആൾക്കത് യോഗ്യത ഉണ്ടെങ്കിൽ ആ മന്ത്രം അയാളെ തേടി വരും എന്നാണ് പറയുക. അപ്പം നമ്മളിപ്പോൾ ഒരു മന്ത്രത്തിനെ നമുക്കൊരു ഗുരുവിൻ്റെ അടുത്ത് ഉപദേശമായിട്ട് കിട്ടണം. ആ ഉപദേശമായിട്ട് കിട്ടുന്ന മന്ത്രം ഗുരു ഉപദേശപ്രകാരം ജപിക്കണം. അപ്പോൾ പുരച്ചരണമൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പറയുക. പുരച്ചരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പുരച്ചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രം നിഷ്ഠിക്കുന്ന അത്രയും അളവ്, അത് ചിലപ്പോൾ അക്ഷരലക്ഷം ഒക്കെ ആയിരിക്കും. ഓരോ മന്ത്രത്തിനുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ 5 അക്ഷരമുള്ള മന്ത്രമാണെങ്കിൽ അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ 5 അക്ഷരം എന്ന് പറയുമ്പോൾ 5 ലക്ഷം വരും. അപ്പോൾ ഈ 5 ലക്ഷം ജപം, അതിൻ്റെ 10-1 ഹോമം, അതിൻ്റെ 10-1 തർപ്പണം, ഇങ്ങനെയൊക്കെയാണ് പുരച്ചരണം. പിന്നെ കാല് ഊട്ടണം, മറ്റേ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഓരോ ചിട്ടകളുണ്ട്. അപ്പോൾ അതാണ് മന്ത്രം, ആ ഒരു രീതിയിലാണ് വരിക. പിന്നെ നമ്മളിപ്പോൾ ഈ പഞ്ചാക്ഷര മന്ത്രം അല്ലെങ്കിൽ അഷ്ടാക്ഷരി മന്ത്രമൊക്കെ സാധാരണക്കാരൻ ജപിക്കാറുണ്ടെങ്കിലും അതിന് മന്ത്രം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ, അതിന് ഒരു ഋഷി, ഛന്ദസ്, ദേവത ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മന്ത്രം. ഒരാൾ ഈ ഋഷിയും ഛന്ദസ്സും ദേവതയൊന്നും ഇല്ലാതെ, ഉപദേശം ഇല്ലാതെ ജപിക്കുന്നത് ഒരു പാസ്വേഡ് അറിയാത്തൊരു കമ്പ്യൂട്ടർ നമ്മളെ കൈ കിട്ടിയ പോലെ ഉണ്ടാവും. അതെ, പാസ്വേഡ് അറിയാത്ത കമ്പ്യൂട്ടർ നമ്മൾ കിട്ടിയ ആ കമ്പ്യൂട്ടറിന് സകല ശേഷികളുണ്ട്, എല്ലാ ടെക്നോളജി അതിലുണ്ട്. പക്ഷെ അതിനകത്തേക്ക് കടക്കാനുള്ള പാസ്വേഡ് നമ്മളെ കയ്യിലില്ല. അത് എങ്ങനെ ജപിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ നമ്മളൊരു ഗുരു, നമ്മൾക്കറിയാവുന്ന വിദ്യ കൊണ്ട് നമ്മൾ ശക്തമായി ആഗ്രഹിച്ച് ഉപാസിക്കല്ല, ശക്തമായി ആഗ്രഹിച്ച്. ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മന്ത്രത്തിനെ 4 വിധത്തിലാണ്. ഒന്ന്, പിന്നെ ഗുരുപദേശമില്ലാതെ ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ. ഇപ്പം നമ്മളെ ശിവായ എന്നുള്ള മന്ത്രമൊക്കെ നാമം ചൊല്ലുന്ന കൂട്ടം അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും ഈ ഓം നമ ശിവായ എന്ന് പറയുന്ന മന്ത്രവും ഷഡ്കർമ്മങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ശാന്തികർമ്മം മുതലേ വശ്യം, സ്തംഭനം, മാരണം ഇത്യാദി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ ശേഷിയുള്ള മന്ത്രമാണ് ഓം നമ ശിവായ എന്ന മന്ത്രം പോലും. മന്ത്രങ്ങളിലെ രാജാവാണ് ഈ നമ്മൾ സാധാരണ. ഞാൻ വേറെ ഒന്നും ജപിക്കാറില്ല, ഞാൻ ആരോടെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഒന്നും ജപിക്കാറില്ല, ഒന്നും ശിവായ മാത്രമേ ജപിക്കാറുള്ളൂ എന്ന് വെച്ചാൽ അതാണ് മന്ത്രങ്ങളിൽ ഏറ്റവും ലളിതമെന്നും ഏറ്റവും പ്രാധാന്യം കുറഞ്ഞെന്നുള്ളൊരു ചിന്ത സാധാരണക്കാരുടെ ഉള്ളിലുണ്ട്. അല്ല,
അപ്പം നമ്മൾ പറയുന്ന ഒരു ഷഡ് കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വിധ കർമ്മങ്ങളെ ഒരു മന്ത്രം കൊണ്ട് ചെയ്യാൻ സാധിക്കും. അത് സിദ്ധി വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മന്ത്രത്തെ ഒരേ സമയത്ത് ഒരേ ആസനത്തിലിരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് ഒരേ നിഷ്ഠയോട് കൂടിയിട്ട് കൃത്യമായിട്ട് ഒരു നിശ്ചിത അല്ലെങ്കിൽ നിശ്ചിത സംഖ്യ ജപിക്കുമ്പോൾ ആ മന്ത്രമൂർത്തി തന്നെ ആ മന്ത്രമൂർത്തിയും താനും തമ്മിലുള്ള അകലം കുറഞ്ഞ് അതായിത്തീരുന്ന ഒരു അവസ്ഥയാണ് മന്ത്രസിദ്ധി. അല്ലാതെ അതിനെ ഒരു ബ്ലാക്ക് മാജിക് ഒന്നും ചെയ്യാനുള്ള ഒരു ശേഷിയായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പിന്നെ ജ്യോതിഷം എങ്ങനെയാണ് ഒരു വഴികാട്ടിയാവുന്നത്? ജ്യോതിഷം വഴികാട്ടിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ജനിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ജനിക്കുകയാണ്, എനിക്കൊന്ന് വിദേശത്ത് പോയാൽ കൊള്ളാം. അപ്പോൾ എനിക്ക് ജാതകപ്രകാരം ഈ സമയത്ത് ഇപ്പോൾ വിദേശത്ത് പോകുന്നത് എന്തിനായിരിക്കും? നമുക്ക് ടൂർ പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ധനം സമ്പാദിക്കണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും തൊഴിൽ നേടണം, അല്ലെങ്കിൽ അതിലൂടെ ജീവിതം രക്ഷപ്പെടുത്തണം എന്നായിരിക്കുമല്ലോ എൻ്റെ ചിന്ത. അപ്പോൾ ജ്യോതിഷപ്രകാരം ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ സമീപകാലത്ത് പുറത്തു പോയി എന്ന് വെച്ചാൽ കടൽ അതിനുള്ള വിദ്യയിലുണ്ട്. ഇപ്പം കടൽ കടന്നു പോയിട്ട് ഒരാൾ ഇപ്പം ചില മോളുടെയൊക്കെ നമ്മൾ അറിയാലോ, കാരണം അതിനകത്ത് കൃത്യമായിട്ടുണ്ട്, അത് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം കടൽ കടന്നു പോയി സമ്പാദിക്കാൻ യോഗമുണ്ട്. കടൽ കടന്നു പോയി വിദേശ രാജ്യത്ത് പോകാൻ യോഗമുള്ള ഒരു പല വിധത്തിലുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ടൂറ് പോകുന്നു, ഇപ്പോൾ ചില ആളുകൾ യാത്രയൊക്കെ പോകുന്നുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ. അതല്ല ഞാൻ പറയുന്നത്. അവിടെ പോയി സമ്പാദിക്കാൻ ഇയാൾക്ക് യോഗമുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അയാൾക്ക് അവിടെ പോയി അയാളുടെ പരിശ്രമം കൊണ്ട് എത്ര പരിശ്രമിച്ചാലും നമ്മൾക്കതിന് യോഗം ഇല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം നമുക്ക് അയാൾ അവിടെ പോകുന്നു, കഷ്ടപ്പെടുന്നു, 3 വർഷം 4 വർഷം ശ്രമിക്കുന്നു, ഒന്നും ആവാതെ തിരിച്ചു വരുന്നു. ഈ 3 വർഷം അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ 3 വർഷം അയാളുടെ ജീവിതത്തിൽ പോയി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം. നമുക്ക് തോന്നിപ്പോൾ ഇതേന്ന് പറയുമ്പോഴേക്കും ഈ പ്രായത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാവും അല്ലേ. ഇപ്പോൾ നമ്മൾ തന്നെ പല പ്രായക്കാരെ ഇപ്പോൾ ഇപ്പോൾ 70 വയസ്സായ ആൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കുട്ടിക്കാലൊക്കെ അടുത്ത കണ്ട പോലെ തോന്നും. പ്രായം കടന്നു പോകുന്നു. അപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഈ 3 വർഷം അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതറിയുന്നതിലൂടെ. ചിലപ്പോൾ അയാളുടെ കർമ്മമേഖല അയാളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും ഒരു സങ്കേതത്തിൽ ഒരു മേഖലയിലായിരിക്കും. അത് അയാൾ തിരിച്ചറിയാതെയാണ് ഇയാൾ ഈ നാട് മുഴുവൻ സഞ്ചരിച്ച് തിരിച്ചു വന്നത്. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി നമുക്ക് ജ്യോതിഷത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും അനുഭവത്തിലൂടെ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. 2 വിധത്തിലുള്ള കാര്യമുള്ളൂ. ഒന്നുകിൽ നമ്മൾ അനുഭവിച്ചറിയാം. അനുഭവിച്ചറിയുമ്പോൾ ചിലപ്പോൾ 6 വർഷം 8 വർഷം 10 വർഷം 12 വർഷം കൊടുക്കും. ഇല്ലെങ്കിൽ ഇത്തരം യോഗങ്ങളില്ല. ഈ ആൾക്കെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അയാൾക്ക് പറഞ്ഞിരിക്കുന്ന മാർഗത്തിലൂടെ അയാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അതുകൊണ്ട് ആരോഗ്യം, അയാളുടെ സമയം, അയാളുടെ പിന്നെ എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് ലാഭം ഉണ്ടാവും. അത്രേ. ഇല്ലെങ്കിൽ സമയനഷ്ടം ജീവിതത്തിലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മുഹൂർത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഹൂർത്തം, അതെ, മുഹൂർത്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ഇപ്പം നമ്മളിവിടെ ചേച്ചി വിളിച്ചു, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഇതാണ് നമ്മുടെ മുഹൂർത്തം. എന്താണ് ഈ മുഹൂർത്തത്തിന് അടിസ്ഥാനം? ഞാൻ ജ്യോതിഷം അവിടെ മാറ്റി നിർത്താം. ജ്യോതിഷത്തിനല്ലാതെ ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇന്ന് ഇപ്പോൾ ചേച്ചിക്ക് ഇതിന് ഒരു അവസരം ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ന് സമയമുണ്ടായി, എനിക്ക് സമയമുണ്ടായി, ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന് ഇന്ന് സമയമുണ്ട്, ഇന്ന് ഈ സ്ഥാപനം ഉണ്ട്. ഇതാണ് മുഹൂർത്തം. അപ്പോൾ എന്താണ് ഇന്ന് ആ മുഹൂർത്തത്തിന് കാരണം? നമ്മൾക്ക് അനുകൂലമായൊരു സാഹചര്യം എല്ലാം കൂടി ഒത്തുവരുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ മുഹൂർത്തം എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോടെ ഇണങ്ങി പ്രകൃതിയുടെ താളത്തിനൊത്ത് നമുക്ക് സഞ്ചരിക്കാനുള്ള സമയം കുറിക്കുന്നതാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, നല്ല വെയിലുള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലും വസ്തു ഉണക്കാനിടും, ശരിയല്ലേ? മഴ പെയ്യുമ്പോൾ നമ്മൾ തിരിച്ചകത്ത് കയറ്റി വയ്ക്കും. ഇത്രയേ ഉള്ളൂ മുഹൂർത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ വെയിലത്ത് ആ സാധനം ഇട്ടാൽ അത് ഉണങ്ങുന്ന മുഹൂർത്തത്തിലാണ് നമ്മളത് അവിടെ ഇടുന്നത്. അത് കണക്കാക്കാൻ നമുക്ക് ജ്യോതിഷത്തിൻ്റെ ആവശ്യമില്ല. ജ്യോതിശാസ്ത്രം അറിയാത്ത മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇവിടെയാണല്ലോ ഇത് ജ്യോതിശാസ്ത്രം അല്ലെ എല്ലായിടത്തും ഉണ്ട്, എങ്കിലും കൂടുതലും ഇതല്ലാത്തപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലും അല്ലെങ്കിൽ ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ മുഹൂർത്തം നോക്കുന്നുണ്ട്. ഒന്ന് പുറത്തിറങ്ങാൻ നമ്മൾ നോക്കുന്ന ഇന്ന് മഴയാണ്, ഇന്ന് ഇറങ്ങണ്ട, ഇന്ന് പോയിട്ട് കാര്യമില്ല, അതാണ് ആ മുഹൂർത്തം. അതിനെ കുറച്ചുകൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നോക്കുമ്പോൾ നമ്മൾ പഞ്ചാംഗങ്ങൾ എന്നൊക്കെ നോക്കുക എന്നൊക്കെ പറയും. പഞ്ചാംഗം നോക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നക്ഷത്രം നോക്കും, വാരം നോക്കും, തിഥി നോക്കും, കരണം നോക്കും, നിത്യയോഗം, ഇങ്ങനെയൊക്കെയാണ് പഞ്ചാംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അനുകൂലമായ നക്ഷത്രം അതായത് ഇപ്പം ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാൻ അനുകൂലമായ ആ സാഹചര്യമാണോ എന്ന് പരിശോധിക്കുന്നേ ഉള്ളൂ. ഇപ്പം തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അറിയുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ അല്ല ഒരു മാസത്തിൽ ഒരു അമാവാസി ഒരു പൗർണമി. അപ്പോൾ ആ ഒരു അമാവാസി മുതൽ അടുത്ത പൗർണമി വരെയും പൗർണമി മുതൽ അടുത്ത അമാവാസി വരെയുള്ള ആ ഒരു 14 ദിവസങ്ങളെയാണ് നമ്മൾ ഒരു തിഥിയായിട്ട് കണക്കാക്കുക. അപ്പോൾ പൗർണമി മുതൽ അമാവാസി വരെയുള്ള നമ്മൾ കൃഷ്ണപക്ഷമെന്നും അമാവാസി മുതൽ പൗർണമി വരെയുള്ളത് നമ്മൾ ശുക്ലപക്ഷമെന്നും പറയും. ഇത് പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുന്നത് വെളുത്ത പക്ഷമെന്നും തിരിച്ച് ഇരുട്ടിലേക്ക് സഞ്ചരിക്കുന്നത് കറുത്ത പക്ഷം എന്നും പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസങ്ങൾ നമ്മൾ 14 ദിവസങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് അനുകൂലമാണോ, ഈ നക്ഷത്രം അനുകൂലമാണോ, ആ വാരം എന്ന് വെച്ചാൽ ആഴ്ച അത് അനുകൂലമാണോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട്, ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഉണക്കാനിട്ട കഥയും മഴ പെയ്യുമ്പോൾ എടുത്തേക്കുന്ന കഥയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മുഹൂർത്ത നിർണ്ണയം. സിമ്പിളായിട്ടുള്ള മുഹൂർത്ത നിർണ്ണയം. വെയിലുണ്ട് ഇടാം, മഴ പെയ്ത് എടുത്തു വയ്ക്കാം. ഇതൊരു മുഹൂർത്ത നിർണ്ണയമാണ്. അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി ഡീപ്പ്. ഉദാഹരണം കല്യാണം പറഞ്ഞു. കല്യാണം ഇപ്പൊ അതല്ലാതെയും കല്യാണത്തിന് മുഹൂർത്തം നിർണ്ണയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ആസ്ട്രോളജറെ കാണാതെ തന്നെ കല്യാണത്തിന് മുഹൂർത്തം നിർണ്ണയിക്കുന്ന വിദ്യ. ഇപ്പൊ എന്താ പറയാ, ഞായറാഴ്ച നടത്താം, എല്ലാവർക്കും സൗകര്യവും. പിന്നെ ആദ്യം ശനിയാഴ്ച നടത്തില്ലായിരുന്നു, ഇപ്പൊ ശനിയാഴ്ച നടത്തും, സൗകര്യാർത്ഥം. അതാ മുഹൂർത്തം. ഇപ്പൊ ഞായറാഴ്ചയാണ് എല്ലാവരും എടുക്കാറ്. അതെ അതെ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഞായറാഴ്ച ആവുമ്പോ എല്ലാവർക്കും വരാൻ സൗകര്യം ഉണ്ടാവും. ആ സൗകര്യത്തിനെയാണ് നമ്മൾ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സൗകര്യത്തിനെ നേരത്തെ കൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഏറെക്കുറെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചാംഗങ്ങളെ നോക്കിയിട്ട് മുഹൂർത്തം നിർണ്ണയിക്കുന്നത്. അതിൻ്റെയൊക്കെ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ബേസിക്കലി ഇതാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഉപാസന എന്ന് പറയുമ്പോൾ. ഉപാസന എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചി നേരത്തെ മന്ത്രജപം പറഞ്ഞല്ലോ. ആ മന്ത്രജപത്തിന്റെ വേറൊരു അടുത്ത തലമാണ് ഉപാസന. അപ്പം നേരത്തെ ഞാൻ പുരച്ചരണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ അക്ഷരലക്ഷം ജപിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു ദേവത. ഇപ്പോൾ നമ്മൾ ഒരു മന്ത്രത്തിനൊരു ദേവതയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം ഒരു മഹാദേവനെ സംബന്ധിച്ചതാണ്. അതുപോലെ ഒരു മന്ത്രം ഒരു ദേവതയെ കുറിക്കുന്നതാണ്. ആ ദേവതയെ കുറിക്കുന്നതാണ് ഒരു മന്ത്രം. അപ്പോൾ ഒരു മന്ത്രത്തിൽ ആ ദേവതയുടെ സ്വഭാവം, ഭാവം, ആ ദേവതയിൽ നിന്ന് ഈ ജപിക്കുന്ന വ്യക്തിയിലേക്ക് പ്രവഹിക്കേണ്ട ഊർജത്തിൻ്റെ കലകളുടെ സ്വഭാവം എന്നെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശാരീരിക മാനസിക ചുറ്റുപാടുകളെയും അല്ലെങ്കിൽ അവസ്ഥകളെയൊക്കെ അറിഞ്ഞിട്ടാണ് ഒരു മന്ത്രം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ആൾറെഡി ദേഷ്യക്കാരനായൊരു വ്യക്തി അത്യുഗ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു ദേവതയുടെ മന്ത്രം എടുത്ത് പ്രയോഗിച്ചാൽ എന്താ പറയുക, അഗ്നിയിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ച പോലെ ഉണ്ടാവും. വളരെയധികം അയാളുടെ അതായത് ആ ഒരു വികാരത്തിന് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അവസാനം അത് മറ്റുള്ളവർക്ക് പോയി അവസാനം അത് വലിയ പ്രശ്നത്തേക്ക് കിടക്കും. ഓരോരുത്തർക്ക് ഇന്ന മന്ത്രം ജപിക്കാം. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു മന്ത്രം ഒരാൾക്ക്, അപ്പോൾ എല്ലാവർക്കും എല്ലാം അല്ലല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു മന്ത്രത്തിന് ഞാൻ വായിച്ചതില് ചില മന്ത്രമൊക്കെ പറയും അതൊരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം, എന്നിട്ടാണ് ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഉപകരണം നമ്മൾ ഒരു തോക്ക് ഒരു പോലീസുകാരന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു തോക്കെടുത്ത് കാഞ്ചി വലിച്ചാൽ ആര് വലിച്ചാലും പൊട്ടും. പക്ഷേ അത് അയാളെ കയ്യിൽ അത് ഒരു അതോറിറ്റി ആയിട്ട് കൊടുക്കണമെങ്കിൽ, ഓതറൈസ്ഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അയാൾ 10-18 മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അയാൾക്ക് കൊടുക്കുന്നത്. അതിന് മുമ്പും അയാൾ കൊടുത്ത അയാൾ വലിച്ചാൽ പൊട്ടാത്ത കേടൊന്നുമില്ല. അപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് അത്യുഗ്ര ശേഷിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ഒരു ഗുരു ഉപദേശിച്ച് ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി വാങ്ങി അതിനെ പുരച്ചരണം ചെയ്ത് ആ ദേവതയോടൊപ്പം ഇരിക്കുന്ന ഉപാസന എന്ന് പറഞ്ഞാൽ ആ ദേവതയോടൊപ്പം നമ്മൾ ഇരുന്ന് നിഷ്ഠയോടുകൂടി ജീവിക്കുന്നതിനാണ് ഉപാസന എന്ന് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുമ്പോൾ സാധാരണക്കാരന് അതിൻ്റെ ആവശ്യമില്ല. ഉപാസന തുടങ്ങുമ്പോൾ ആദ്യം എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മളൊരു മന്ത്രത്തിനെ ജപിക്കുമ്പോൾ ആ ദേവതയുടെ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ശ്രമം അപ്പുറത്ത് നടക്കും. അപ്പോൾ ഒരു മന്ത്രം കൊണ്ട് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ പൂർവ്വ കർമ്മ പ്രാരാബ്ദങ്ങളൊക്കെ തീരണം. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ ജന്മം കൊണ്ടും കഴിഞ്ഞ ജന്മം കൊണ്ടുള്ള കർമ്മ പ്രാരാബ്ദങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഒരാൾ ജീവിതത്തിലേക്ക് വിജയത്തിലേക്കോ അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത്. അത് തീരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 20 വർഷം കൊണ്ട് അനുഭവിക്കേണ്ടത് ഒരു ഉപാസന ആരംഭിക്കുമ്പോൾ ഒരു 2 വർഷം കൊണ്ട് കത്തും. അതൊരു സാധാരണക്കാരന് സഹിക്കാൻ പറ്റില്ല. ആദ്യം ഒരുത്തനൊരു മന്ത്രം എടുത്ത് ജപിക്കാൻ തുടങ്ങും, ഉടനെ വീടിൻ്റെ പുറത്തേക്ക് മരം വീഴും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വയം ബൈക്ക് തട്ടും. അപ്പോൾ അത് സ്വാഭാവികമാണെന്ന് വിചാരിക്കും, ആ വീടാകുമ്പോൾ മരമൊക്കെ വീഴും, ബൈക്കാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് മറിഞ്ഞു എന്നൊക്കെ വരും, അതൊന്നും ഇത്ര വലിയ ഇതൊന്നും അല്ല എന്നൊക്കെ ചിന്തിക്കും. പിന്നെ അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വരും. അപ്പോൾ 3-4 സംഭവങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ
ചിന്തിക്കും ഞാനിത് ജപിച്ച് തുടങ്ങിയ ശേഷമാണല്ലോ തുടങ്ങിയത്, വേണ്ട ഇങ്ങനെയൊക്കെ വന്നേക്കണം. അത് ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല, 100% അത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 20 വർഷം കൊണ്ട് കുറേശ്ശെയായി അനുഭവിക്കേണ്ട കഷ്ടതകളെ ഒരു 2 മാസം കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആ മന്ത്രത്തിൻ്റെ ശക്തി അനുസരിച്ചിരിക്കും, 2 വർഷം കൊണ്ട് കഠിനമായിട്ട് അനുഭവിപ്പിച്ച് തീർക്കും. കാരണം അത് തീർത്ത് ഈ കർമ്മ പ്രാരാബ്ദങ്ങൾ തീർന്നാലേ ഇദ്ദേഹം ഉദ്ദേശിച്ച ഈ സൗഖ്യവും സുഖവും ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഉദ്ദേശം, അല്ല ആളെ മന്ത്രം ദ്രോഹിക്കുന്നതല്ല. അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനുഭവങ്ങൾ ഒരാൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ്, എനിക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഓഫീസിൽ പോകാൻ ലഞ്ച് ബോക്സ് കിട്ടുന്നുണ്ട്, ചിട്ടി അടയ്ക്കാൻ പറ്റുന്നുണ്ട്, ലോണൊന്നുമില്ല, അത്യാവശ്യം ഒരു വാഹനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന ആൾ ഇതിലേക്ക് കടക്കുമ്പോൾ ആദ്യം അവനവൻ്റെ എന്തൊക്കെയാണോ അവനവൻ്റെ കംഫർട്ട് സോണായിട്ട്, കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ, കഷ്ടപ്പെടാതെ ഒക്കെ മേശപ്പുറത്തിരുന്ന് അമ്മയെന്ന് വിളിച്ചാൽ ചോറ് വരും, ഈ ഒരു സുഖം, ഇതാണല്ലോ ഏറ്റവും വലിയ സുഖം. അല്ലെങ്കിൽ ഭാര്യയെ വിളിച്ചാൽ വരും, അതൊക്കെ കട്ടാവും. ഒന്നാമത്തെ കാര്യം, സമൂഹത്തിൽ ഒറ്റപ്പെടും, ചിലപ്പോൾ കടബാധ്യത വരും, ഉള്ള ജോലി പോവും. ഇതൊക്കെ തരണം ചെയ്ത് ഇവൻ ഈ മന്ത്രസിദ്ധിയിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ 8 വർഷമാവും, പറയാൻ പറ്റും, ചിലപ്പോൾ അതിൽ കൂടുതലാവാം, ചിലപ്പോൾ 2 വർഷം കൊണ്ട് വന്നു എന്ന് പറയും. അത് അയാളുടെ ഈ ബാഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മ പ്രാരാബ്ദമാകുന്ന ഭാണ്ഡക്കെട്ടിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കും. അതിപ്പോൾ നേരത്തെ ചേച്ചി ചോദിച്ചല്ലോ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചല്ലോ, അതിവിടെ അത് പ്രാധാന്യമുണ്ട്. ഒരാളുടെ ജന്മത്തിലെ അയാളുടെ കർമ്മ പ്രാരാബ്ദങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അയാളുടെ ഗ്രഹനില നോക്കിയാൽ ഏറെക്കുറെ അറിയാൻ പറ്റും. അപ്പോൾ അതിന് തക്ക വിധത്തിലുള്ള മന്ത്രങ്ങളെ അയാൾ സ്വീകരിച്ചാൽ മതി. അപ്പൊ ഈ ഉപാസനയിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെയാണ്. ഇത് എന്നല്ല, ഇതിനപ്പുറത്തേക്കുണ്ട്. ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തേക്ക് പ്രകടിപ്പിക്കലല്ല. നമ്മൾ കുറി തൊടുന്നു, കുറേ മാലയിടുന്നു, അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുന്നു, എല്ലായ്പ്പോഴും ക്ഷേത്രത്തിൽ കാണുന്നു, അതല്ല, അകത്തേക്ക് വലിയലാണ്. മനസ്സിലായില്ലേ? ആത്മീയത എന്ന അവനവനിലേക്ക് ചുരുങ്ങുക. ഇപ്പൊ ആമ ഉള്ളിലേക്ക് തല വലിക്കുന്ന പോലെ നമ്മളിലേക്ക് ചുരുങ്ങലാണ്. ആ വ്യക്തിയെ നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ നോക്കിയ ഇതൊരു ഉപാസകനാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ നമ്മളിൽ ഒരാളായി നമ്മളുടെ കൂടെ നടക്കും. അത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഉപാസനാമൂർത്തി ആരാന്ന് എനിക്ക് മാത്രമേ അത് ആളോട് പറയേണ്ട ഒരു കാര്യവുമില്ല. അതും രഹസ്യമാണ് ഒന്നാമത്തെ കാര്യം. ഉപാസന എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായ കാര്യമാണ്. അതിൽ നിന്ന് കിട്ടുന്ന നല്ലതും നമുക്ക് തന്നെ, അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി ബൈ പ്രൊഡക്ട്സ് കൂടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. കംഫർട്ട് സോൺ എല്ലാം കട്ടാവും എന്ന് പറയാൻ പറ്റില്ല, അത് അവരുടെ കർമ്മം അനുസരിച്ചിരിക്കും. പക്ഷേ പ്രഥമ ദൃഷ്ടിയ നമ്മൾ പറയുമ്പോൾ ഒരു 8-10 വർഷം ചുരുങ്ങിയത് ഹോമിക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ ജനറലായിട്ട് ഒരാളോട് പറയാറുണ്ട്. അതികഠിനങ്ങളായ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെയല്ല. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയും. പക്ഷേ 1 കോടിയുടെ കാറ് വാങ്ങിയിട്ട് അതിന് ഇഷ്ട നമ്പർ കിട്ടാത്തതിൻ്റെ വിഷമവും കടക്കാരെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ള കഷ്ടവും രണ്ടാണ്. 2 വിഷമം തന്നെ. പക്ഷെ 2 നമുക്ക് ഒരു ഇതിൽ കെട്ടാൻ പറ്റില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 1 കോടിയുടെ കാറ് വാങ്ങിയിട്ടേ ഇഷ്ടമുള്ള നമ്പർ കിട്ടിയില്ല എന്നുള്ള ഒരാളെ വിഷമം. കടക്കാരൻ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അകത്ത് പൂട്ടിയിരിക്കുന്നതിൻ്റെ വേറെ വിഷമം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ബന്ധുജനങ്ങളൊക്കെ നമ്മളോട് എതിരാവുക, ഉള്ള സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ഇട്ട് പോവുക, പിന്നെ ഉള്ള ജോലി ചിലപ്പോൾ പോവുക, ഒരു 3, 4, 5 വർഷം ചിലപ്പോൾ ജോലി ഇല്ലാതിരിക്കേണ്ടി വരും. ജോലി 3 മാസം പോയാൽ തന്നെ ബാക്കി എല്ലാം തകിടം മറിയും, അറിയാലോ. അപ്പോൾ വർഷങ്ങളോളം തൊഴിൽ രഹിതനായിട്ടൊക്കെ ഇരിക്കേണ്ടി ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. നമ്മൾ എന്ത് ശ്രമിച്ചാലും അതിലേക്കാണ് ദേവത ഉദ്ദേശിച്ചിടത്തേക്കാണ് നമ്മൾ എത്തിക്കുക. ദേവതയ്ക്ക് നമുക്ക് ത്രികാലജ്ഞാനം ഇല്ല. നമുക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ അറിയുള്ളൂ. ദേവതയ്ക്ക് അങ്ങനെയല്ല. ദേവതയ്ക്ക് ഇവൻ ഏത് വഴിക്ക് പോയാൽ ഇന്നടത്ത് എത്തുന്ന ദേവതയ്ക്ക് അറിയാം. അത് നമുക്കറിയാത്ത കാരണം അവിടേക്ക് നമ്മൾ എത്തിക്കുന്ന പാത നമ്മൾ ഉദ്ദേശിക്കുന്ന പാതയാണെന്ന് നിർബന്ധമില്ല. ആത്യന്തികമായിട്ട് അവസാനം നമ്മൾ ആ എത്തേണ്ട തന്നെ എത്തുക, അതിൽ സംശയമൊന്നുമില്ല. ഏതാ ഞാൻ പറഞ്ഞത്, കുറച്ച് വർഷങ്ങൾ എടുക്കുമായിരിക്കും അല്ലേ? വർഷങ്ങളൊന്നല്ല, ചിലപ്പോൾ ജീവിതത്തിന്റെ ഇപ്പോൾ 60, ഇപ്പോൾ ഒരാളിപ്പോൾ 20-22 വയസ്സിൽ തുടങ്ങി ചിലപ്പോൾ 60 വയസ്സായാലും എത്തിയില്ലെന്നും വരാം. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2 വർഷം കൊണ്ട് എത്തിയെന്നും വരാം. അത് അയാളുടെ കർമ്മ, അയാളുടെ ഒരു യോഗം പോലെ ഇരിക്കും. പിന്നെ കുലദേവത, കുലാചാരം എന്നൊക്കെ പറയുമ്പോൾ അതെന്തായിരിക്കും? അതൊന്ന് വിശദീകരിക്കണം. കുലദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ കുലം, ഇപ്പോൾ ഒരു സാമുദായികമായിട്ട്, ഇപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നില്ല, ഒരു കുലം എന്നുള്ള ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇപ്പോൾ നായർ കുലം എന്നെടുക്കാം, ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പോൾ നായർ എന്ന് പറയുന്ന ഒരു കുലമാണ്. ആ കുലത്തിൽ ഓരോ കുടുംബത്തിലും
ഒരു അധിഷ്ഠാന ദേവത ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ആ ദേവത വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏതോ പൂർവികൻ നമ്മളുടെ തൊഴിൽ, അന്നത്തെ നമ്മുടെ തൊഴിൽ, നമുക്കിപ്പോൾ ഇന്നത്തെ പോലെ വിവിധങ്ങളായ തൊഴിൽ സാഹചര്യങ്ങൾ അന്നില്ലല്ലോ. അന്ന് പ്രധാനമായിട്ട് ഒന്നി കൃഷി, അല്ലെങ്കിൽ കാലി വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പശു, പ്രധാനമായിട്ട് കൃഷിയും ഈ ഇതുമാണ് ഗോക്കളുടെ കൃഷി, അല്ലെങ്കിൽ കൃഷി, ഇപ്പോൾ പാടത്തെ കൃഷി. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഈ ആയോധന, ഇത് പട്ടാളം, ഈ ഇതുണ്ടല്ലോ സൈനിക വൃത്തി, ഇതൊക്കെയാണ്. അപ്പം ആ കുലത്തിൻ്റെ തൊഴിലിനും ആ കുലത്തിൻ്റെ സ്വഭാവത്തിനും അനുസരിച്ച് ആ കുലത്തിനെ സംരക്ഷിക്കാനും ഇപ്പോൾ പരിപാലിക്കാനും ശേഷിയുള്ള ഒരു ദേവതയെ ഏതോ ഒരു കാരണവർ, നമ്മൾ എത്രയോ 100 ആയിരക്കണക്കിന് തലമുറ മുമ്പായിരിക്കും, ഏതോ ഒരു കാരണവർ തിരിച്ചറിഞ്ഞ് ആ ദേവതയെ പ്രീതിപ്പെടുത്തി ആ ദേവതയെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതാണ് നമ്മുടെ കുലദേവത. ആ കാരണവർ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി, ഇപ്പം നമ്മളിലെത്തി നിൽക്കണം. ഇത് എവിടെയെങ്കിലും ഇത് കട്ടായിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട്, കാരണം ആ ദേവതയുടെ സംരക്ഷണം ഇല്ലാതെ പോവുകയും പിൽക്കാലത്ത് അവിടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ദേവത ബാധയായിട്ട് വരും. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും മനുഷ്യനും ഉണ്ടല്ലോ, ഇപ്പം നമ്മളൊരാളെ സ്നേഹിച്ചു, ഒരു കൂട്ടുകാരനാവട്ടെ, സ്വന്തം ഭാര്യയാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ആരാവട്ടെ, കുറച്ച് നാൾ സ്നേഹിച്ചു നമ്മളൊരു കാര്യം അവരെ ശീലിപ്പിച്ചാൽ 2 ദിവസം ആ ശീലം നമ്മൾ മുടക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ലേ? ശരിയാണല്ലോ. ഇപ്പം ഞാൻ എന്നും പോകുമ്പോൾ ഇപ്പം ചില ആളുകൾ ശീലങ്ങൾ ഉണ്ടാക്കി, ഇപ്പോൾ ഞാൻ എന്നും ഓഫീസ് പോകുമ്പോൾ എൻ്റെ പിതാവിൻ്റെ കാല് തൊട്ട് വണങ്ങിയിട്ടേ പോകാറുള്ളൂ. ഇങ്ങനെ ശീലം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഉണ്ടാക്കിയാൽ അത് 2 ദിവസം തൊട്ട് വണങ്ങിയില്ലെങ്കിൽ 3-ാമത്തെ ദിവസം ഇങ്ങനെ ഇരിക്കും, എൻ്റെ കാല് തൊട്ട് വണങ്ങിയില്ല. എന്നാൽ ഞാൻ പുറത്ത് പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കാല് തൊട്ട് വണങ്ങുന്ന ശീലമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ദേവതയെ ശീലിപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന പോലെയൊക്കെ എൻ്റെ തലമുറക്കാർ ഇങ്ങനെ അനുഷ്ഠിച്ചോളാം, തുടർന്ന് പോകണം. അപ്പോൾ ഈ അനുഷ്ഠിച്ചോളാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. കുലദേവത എന്ന് പറഞ്ഞാൽ കുലദേവതയ്ക്ക് ഏതോ ഒരു കാരണം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നീ എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കണം, അല്ലെങ്കിൽ പരിപാലിക്കണം. രക്ഷിക്കല്ല, പരിപാലിക്കണം. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് അന്നന്നത്തെ ആഹാരം, സമ്പാദ്യം, മക്കൾ, ഇത്രയല്ലേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് അടുത്തടുത്ത നാട്ടുരാജ്യങ്ങളടക്കം യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന കാലമാണല്ലോ. ഈ ഇവിടെ തൃക്കാക്കര അപ്പുറത്തെ കളമശ്ശേരിനെ ആക്രമിക്കും, ഉദാഹരണം പറഞ്ഞുണ്ടോ. അന്ന് ഈ പേരുകളായിരിക്കില്ല, ഞാൻ പറയാം ആക്രമിക്കും. ഇന്ന് നമുക്ക് അങ്ങനത്തെ, ഇന്ന് യുദ്ധം എന്നൊക്കെ പറയുന്നത് നമുക്ക് എവിടെയോ അതിർത്തിയിൽ നടക്കുന്ന സംഭവമാണ്. പണ്ട് അങ്ങനെയല്ല, തൊട്ട നാട്ടുരാജ്യങ്ങളെ ആക്രമിക്കും. ഒരു വഴിക്ക് പോലീസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഇല്ല. പോലീസിംഗ് ഒന്നുമില്ല, പരാതിപ്പെടാനൊന്നുമില്ല. പരാതിപ്പെടാൻ ആളുണ്ടെങ്കിലല്ലേ പരാതിപ്പെടുള്ളൂ. ആർക്ക് ആരെയും കൊല്ലാം, ഏത് കുടുംബം കൊള്ളയടിക്കാം എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് കൃഷി നശിപ്പിക്കാം, പിന്നെ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കും. ഇന്നത്തെ പോലെ ഇങ്ങനെ ഒരാന കൃഷിഭൂമി കയറിയിട്ട് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. കയറി നശിച്ചു. അപ്പം ഇതിന് നമ്മളെക്കാൾ ശേഷിയുള്ള ഒരു ശക്തി വേണം നമ്മളെ സഹായിക്കുക എന്നുള്ളിടത്തു നിന്നാണ് ഈ കുലദേവതയുടെ പ്രാധാന്യം. അപ്പം ആ ദേവതയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടാവും ആ കാരണവർ. അത് തലമുറകളായിട്ട് പാലിക്കപ്പെടുന്നു. എവിടെയോ ഒരു ഘട്ടത്തിൽ അത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള തലമുറ അത് കാലക്രമേണ അത് ഇപ്പോൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ടൊന്നും അറിയണം നിർബന്ധമില്ല. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പം എൻ്റെ മാതാപിതാക്കൾ എനിക്കിത് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അവിടെ വെച്ച് അതെ. അതിന്റെ പ്രധാന ലക്ഷണം ഇപ്പോൾ ഒരു കുലദേവത ആരാധന, കുലദേവതയെ ആചരിച്ച് പരിപാലിച്ച് വരണേനെ നമ്മൾ കുലാചാരം എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചത് കുലദേവ, അതാണ് ഞാൻ ആദ്യം കുലദേവത എന്ന് പറഞ്ഞത്. കുലദേവത എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ കുലത്തിനെ സംരക്ഷിക്കാൻ ശേഷിയുള്ള ഒരു ദേവതയെ നമ്മുടെ ഒരു പൂർവികൻ കണ്ടുപിടിച്ച് ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തി പ്രീതിപ്പെടുത്തി ആ ദേവതയ്ക്ക് വാക്കുകൊടുത്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ള ഞാൻ ഇന്ന വിധമൊക്കെ പരിപാലിച്ചാൽ, ഇപ്പം അത് വർഷത്തിലൊരു പൂജയൊക്കെ ആയിരിക്കും, നിത്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇഷ്ടദേവത നമ്മൾ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പൂജിക്കുന്ന പോലെയൊന്നുമില്ല. ചിലപ്പോൾ വർഷത്തിലൊരിക്കൽ നിവേദ്യം വെച്ചുള്ള ഒരു പൂജയായിരിക്കും, പിന്നെ മറ്റ് ബലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സാമ്പ്രദായികമായിട്ട് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പ്രദായിക വൈവിധ്യങ്ങളുടെ നാടാണ്. ഈ ഇവിടെ 10 കിലോമീറ്റർ നടക്കുന്ന അപ്പുറത്തുള്ള ഒരു സമ്പ്രദായവും ഇപ്പുറത്തുള്ള സമ്പ്രദായം തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഷയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയല്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഓരോ ജില്ലാ അടിസ്ഥാനത്ത് ഓരോ 25 കിലോമീറ്റർ മുന്നോട്ട് പോകുന്തോറും ഭാഷയിലടക്കം വ്യത്യാസമുണ്ട്. അതുപോലെ കുലാചാരത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരേ സംഭവം, ഞാൻ നായർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ നായർ എന്ന് ഉദാഹരണത്തിൻ്റെ പറഞ്ഞാണ്. ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ ഞാനും നായരാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെയല്ല എന്നാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അത് അയാളുടെ പൂർവികൻ എങ്ങനെയാണോ അത് നിഷ്ഠിച്ചത് അത് പ്രകാരമാണ് അവർ അത് കൊണ്ടുപോകേണ്ടത്. നമുക്ക് പറയാൻ അവകാശമില്ല. ആരാധന പല വിധത്തിലുണ്ട്. എങ്ങനെ ആരാധിച്ചാലും അവസാനം
ഒരിടത്തേക്ക് തന്നെയാണ് പോണത്. ചാല് മറ്റേ പുഴ ഇങ്ങനെ ഒഴുകിയാലും അവസാനം കടലിൽ ചെന്ന് ചേരുന്ന പോലെ തന്നെ ആരാധന പല വഴിക്ക് പോകും. അപ്പോൾ കുലാചാരത്തിൻ്റെ പ്രാധാന്യം ചിലപ്പോൾ അത് പല പല ദേവതകളായിരിക്കും. അതിപ്പോൾ ഒരു ദേവതയായിരിക്കും, അതിന് പരിവാര ദേവതകളും മറ്റ് പഞ്ചമൂർത്തി ബന്ധമൊക്കെ ഉണ്ട്, മറ്റ് പരിവാര ദേവതകളും ഉണ്ടാവും. അപ്പോൾ അതിനെ പരിപാലിച്ച് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ആചരിച്ച് പോവുക. അതാണ് കുലാചാരം. അപ്പോൾ കുലാചാരം പരിപാലിക്കുന്ന കുടുംബങ്ങൾ അതിൻ്റെ ഐശ്വര്യം കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ കുലാചാരമാണ് പ്രധാനമായിട്ട് ഒരുപാട് ആളുകൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുകളൊക്കെ പ്രധാനമായിട്ട് ചേച്ചിക്ക് അറിയാലോ, ഈ കുലാചാരം ഇപ്പോൾ നിന്ന് പോയിട്ട് അതിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ച് വരുന്ന, ഇപ്പോൾ എൻ്റെ നിയോഗം അങ്ങനെയായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. കൂടുതലും വരുന്നത് അങ്ങനെയാണ്, മറ്റ് പ്രശ്നങ്ങളല്ല. ഈ കുലാചാരം നിന്ന് പോയിട്ട് അതിനെ എങ്ങനെ പുനരാരംഭിക്കാം എന്നുള്ള. പിന്നെ പ്രധാനമായിട്ടും ഈ മൂലദൈവം എന്ന് പറയുന്നതും ധർമ്മദൈവവും കുലദേവത എന്നൊക്കെ പറയും. ഇതൊക്കെ ഇപ്പൊ പരദേവത എന്ന് പറയുന്നതല്ല, പരദേവത എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ നാട്ടിലെ ഒരു ഭരണാധികാരി ഒരു ക്ഷേത്രം പണിയുകയും അവിടെ ഒരു ദേവതയെ കുടിയിരുത്തുകയും അതൊരു വലിയ ഒരു ടെറൈന് പരിപാലിക്കാനുള്ളതാണ് പരദേവത. പരദേവത ഒരുപാട് പേരുടെ പരദേവത ഒന്ന് തന്നെയായിരിക്കും ഇപ്പോൾ ഒരു നാടിൻ്റെ. ഇപ്പോൾ നമ്മളിപ്പോൾ പുളിയാമ്പള്ളി എന്നൊക്കെ പറയുന്ന, പിന്നെ പുളിയാമ്പള്ളി ഭദ്രകാളി എന്ന് പറയുന്നു. ആ പുളിയാമ്പള്ളി ഭദ്രകാളി ഒരുപാട് പേരുടെ പരദേവതയാണ്. അതൊരു നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചേക്കായിരിക്കും. കുലദേവത എന്നാൽ നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബം, നമ്മുടെ ആ പരമ്പരയെ മാത്രം പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പുറത്ത് മഹാക്ഷേത്രങ്ങളൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, ഞാൻ പറയുന്നത് മഹാക്ഷേത്രങ്ങളിൽ പോകുന്നവരടക്കം ഈ കുലദേവതയെ നമ്മൾ മറന്നിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ലെന്നൊക്കെ പറയും. കാരണം നമുക്കിപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ അമ്മയെ ചോറ് ഇത്രേ വേണ്ടൂ. നമ്മളെ അമ്മ അവിടെ ചോറ് നമുക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ നമ്മുടെ അമ്മ പ്രാപ്തയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആൻറ്റി ചോറെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ അമ്മ ഉള്ളിടത്തോളം കാലം നമ്മുടെ സകലവിധ കാമനകളും സാധിച്ചു തരാൻ ആ അമ്മയ്ക്ക് ശേഷിയുണ്ട്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിന് തക്കവണ്ണമാണ് ആ ദേവതയെ ചൂസ് ചെയ്തേക്കുന്നത്, സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ കുലം എങ്ങനെയാണോ അതിനെ പരിപാലിക്കാൻ ശേഷി ആ ദേവതയ്ക്കുണ്ട്. നമുക്ക് ചേർച്ച എന്ന് പറയില്ലേ, ഇപ്പോൾ ഒരാൾക്ക് ഗോക്കളെയാണ് പരിപാലിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേണം. വേറെ ആൾ ചിലപ്പോൾ അവർ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരായാലും എഴുത്തച്ഛന്മാരായിരിക്കും, അവർക്ക് വേണ്ടത് ഈ പരിപാലനമല്ല. ചിലർക്ക് കൃഷിയായിരിക്കും വേണ്ട. അപ്പോൾ അതിന് ആ രീതിയിലുള്ള ദേവതയാണ് വേണ്ടത്. ഓരോരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അധിഷ്ഠാന ദേവതകളെ ചൂസ് ചെയ്തിട്ട്, അതാണ് പൊതുവായിട്ട് മനസ്സിലായില്ലേ കുലദേവത എന്ന് പറയുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്.